ത്തിൻ്റെ പ്രശ്നമില്ല, പരാജയപ്പെടൂലാണ് സംഗതി 100% ശരി. പിന്നെ അങ്ങനത്തെ പ്രശ്നം തന്നെ ഉദ്ഭവിക്കുന്നില്ല. നമ്മളോടൊപ്പം തിരൂരങ്ങാടി MLA-യും മുസ്ലിം ലീഗിന്റെ ദേശീയ വൈസ് പ്രസിഡന്റുമായ KPA മജീദ് ചേരുകയാണ്. എന്തായാലും കേരളക്കര ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ വിധി എല്ലാവരും വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. അപ്പോൾ 23 വിധി വരുമ്പോൾ ആര്യാടൻ ഷൗക്കത്ത് നിങ്ങൾക്കൊപ്പം നിയമസഭയിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഈ തിരഞ്ഞെടുപ്പിൻ്റെ വിധി UDF-ന് അനുകൂലമാണ് എന്ന് ഏറെക്കുറെ കണക്കുകൾ വ്യക്തമായിട്ടുണ്ട്. ഒന്നാമത് കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ഭരണവിരുദ്ധ വികാരം അത് ശരിയായ രീതിയിൽ പ്രകടിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിൽ. അതുപോലെ തന്നെ CPM-ൻ്റെ RS ബാന്ധവം, അതുപോലെ അവസരവാദപരമായ നിലപാടുകളെ എല്ലാം സ്വാധീനിച്ചിട്ടുണ്ട്. ഗവൺമെൻറ്റിൻ്റെ അതുപോലെ തന്നെ ദൂർത്തുകൾ കാര്യങ്ങളെല്ലാം സജീവമായി ചർച്ച നടത്തിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ UDF-ന് വളരെ ഗുണകരമായ സാഹചര്യമുള്ളത്. അതുമാത്രമല്ല, മാർക്സിസ്റ്റ് പാർട്ടിയോട് നിഷേധഭാവം കാണിക്കുന്ന ഒട്ടേറെ വോട്ടുകൾ സ്വന്തം സ്ഥാനത്തേക്ക് പോകാനിരിക്കുകയാണ്. ഇതെല്ലാം വെച്ചുകൊണ്ട് വ്യക്തമായ ഒരു ഭൂരിപക്ഷം UDF-ന് കിട്ടുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അത് സംഭവിക്കുക തന്നെ ചെയ്യും. അഥവാ ഈ തെരഞ്ഞെടുപ്പിൽ UDF പരാജയപ്പെടുകയാണെങ്കിൽ ലീഗ് ഒപ്പം നിന്നില്ല എന്നൊരു വ്യാഖ്യാനം വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു വ്യാഖ്യാനം വന്നാൽ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? ത്തിൻ്റെ പ്രശ്നമില്ല, പരാജയപ്പെടൂലാണ് സംഗതി 100% ശരി. പിന്നെ അങ്ങനത്തെ പ്രശ്നം തന്നെ ഉദ്ഭവിക്കുന്നില്ല. UDF കോൺഗ്രസ്സാണ്, ലീഗാണെങ്കിലും സജീവമായി എല്ലാവരും രംഗത്തുണ്ട്. എവിടെയും വോട്ട് ചോർച്ചയേ ഉണ്ടായിട്ടില്ല. അതേസമയം CPM-ൽ വലിയ വോട്ട് ചോർച്ച ഉണ്ടായിട്ടുണ്ട്. അതവർ തന്നെ അംഗീകരിക്കണമാണ്. അപ്പോൾ വിജയം സുനിശ്ചിതമാണ്. അതുകൊണ്ട് അതിനപ്പുറമായൊരു ചോദ്യത്തിൽ പ്രസക്തിയില്ല. വലിയൊരു ഭൂരിപക്ഷം പ്രതീക്ഷിക്കാമോ? നല്ല ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നുണ്ട്.